കൊടുക്കുന്ന ബലിയിട്ട് വന്ന ശേഷമാണ് ഞങ്ങൾ അച്ഛൻ്റെ ഇത് ചെയ്യുന്ന രീതി കണ്ടിരിക്കുന്നത്. നോയമ്പെടുക്കുക, ഒരിക്കൽ നയിക്കുക, ബലിയിടുക, ബലിയിട്ട് വന്ന ശേഷം ദാഹം കൊടുക്കുക. അത് അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മ അപ്പച്ചനും എല്ലാം ആഹാരം കൊടുക്കുന്നതാണ് എൻ്റെ സങ്കല്പം. എൻ്റെ അമ്മ ഇരിക്കുന്നത് പാലക്കാട്ടുമല നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ പോയി അമ്മയ്ക്ക് നമസ്കാരം കഴിച്ച് അമ്മ ക്ഷണിച്ചു. അതുപോലെ എൻ്റെ അച്ഛനെ ഇരുത്തിയിരിക്കുന്നത് ഗരുക്കുന്നേ അമ്പലത്തിലാണ്. അവിടെ പോയി നമസ്കാരം നടത്തി അച്ഛനെ ക്ഷണിച്ചു വരുത്തിയാണ് അവർക്ക് ഈ ദാഹം കൊടുക്കുന്നത്. അത് ഭഗവാന്റെ വിളക്ക് വെക്കുന്ന സ്ഥലമായതുകൊണ്ട് അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ വെക്കേണ്ടതാണ്. അങ്ങനെ വെക്കാറില്ല, കള്ളു മാത്രം വെക്കുന്നുണ്ട്. ഇതെൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് ഞാൻ കണ്ടുവന്ന ഒരു അനുഷ്ഠാനമാണ്. അതെന്നും ഞാൻ പരിപാലിച്ച് പോരുകയാണ്, എല്ലാ വർഷവും ചെയ്തു പോരുകയാണ്. ഇതിൻ്റെ അകത്ത് അവല്, മലര്, കൽക്കണ്ടം, മുന്തിരിങ്ങ, പഴം. സ്ത്രീകൾക്കാകുമ്പോൾ വെള്ളടയാവും. അത് ശർക്കര ചേർക്കാതെ തേങ്ങാപ്പീര മാത്രം എടുത്ത് അടയാക്കി വെക്കുന്നത്. ആണുങ്ങൾക്കാകുമ്പോൾ ശർക്കര എല്ലാം ചേർത്തുള്ള അട വെക്കും, കരിക്ക് വെക്കും. എല്ലാത്തിനും പ്രധാനമായിട്ട് ചെയ്യുന്ന അമ്മമാർക്കാണ് എല്ലാം ആദ്യം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ അച്ഛൻ കള്ളു ഇഷ്ടമുള്ളവരാണ്, കള്ളും ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അനുഷ്ഠാനം ചെയ്യുന്നത്. ഇത് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഇത് എല്ലാ വർഷവും ചെയ്യാൻ കാരണവന്മാരായിട്ടും സർവേശ്വരനായിട്ടും ഭാഗ്യവും ഉള്ള അനുവാദവും ഉള്ള സാഹചര്യം തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പരിപാലിച്ച് പോരുകയാണ്. അവരുടെ അനുഗ്രഹം ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.